ആ കേറി വരൂ. എന്താ വൈകിയേ? വരുന്ന വഴിക്ക് നല്ല ട്രാഫിക് ആയിരുന്നു. എനിക്ക് തോന്നി. കേറി ഇരിക്കും എല്ലാവരും. കയറി വാ മക്കളെ. ഇനി മോളെ വിളിക്കട്ടെ ഞാൻ? വിളിക്കാ. കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സംസാരിക്കാലോ. എന്തിനെ കുറിച്ച്? അതല്ല, കെട്ടാൻ പോണ പയ്യനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ ഉള്ളതൊക്കെ പറയില്ല. അതുകൊണ്ടാ ഞാനായിട്ട് വന്നെല്ലാം പറയാന്ന് പറഞ്ഞത്. അതെയോ? എന്നാ മോളെ വിളിക്കരാതെ. ഏട്ടാ, അമ്മു എന്നാ ചായ കൊണ്ട് ചെല്ല്. കുട്ടീനെ ഞങ്ങൾക്ക് ഇഷ്ടായി. ഇനി കുട്ടിക്ക് ഇവന് ഇഷ്ടായൊന്നും പറയണം. അതുകൊണ്ട് മോൾ അവിടെ ഇരിക്കുക. ഇരിക്കും മോളെ. ഇത് കാർത്തിക്. ഞാൻ അവന്റെ അമ്മാവനാ. ഇത് അവന്റെ 2 സുഹൃത്തുക്കളും. പറയുന്നത് കേട്ട് കുട്ടിയൊന്നും വിചാരിക്കരുത്. ഇവൻ താമസവും ഉറക്കൊക്കെ ഇവന്റെ ചേട്ടന്റെ കൂടെയാണ്. എന്ന് വെച്ചാ സ്വന്തം വീട്ടിലൊരു അന്യനെ പോലെ. ചേട്ടൻ കെട്ടി മക്കളൊക്കെ ഉണ്ട്. എങ്കിലും അവന് പറയാനായിട്ട് ഒരു വീടില്ലാത്തത് കൊണ്ട് അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. പിന്നെ അവന് ഈ മടയിൽ പാറ പൊട്ടിക്കണ പണിയാണ്. വലിയ പണിയൊന്നുമില്ലെന്ന്. ദിവസം 100 രൂപ കിട്ടിയാലായി. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഉറക്കൊളിച്ചിരുന്ന് PSC പരീക്ഷ എഴുതുന്നുണ്ട്. പിന്നെ പറഞ്ഞു വന്നത്, ഇവ മോളെ പൊന്നുപോലെ നോക്കും. പക്ഷേ അവന് സമയവും കാലവും സാവധാനവും കൊടുക്കണം. അവനെ വേഗം കെട്ടിക്കാൻ തീരുമാനിച്ചതൊന്നും കൊണ്ടല്ല. ഇപ്പൊ തന്നെ 27 ഇനി അങ്ങോട്ട് കിടന്ന പെണ്ണ് കിട്ടില്ല. ഇനിയൊക്കെ മോളുടെ ഇഷ്ടം. ജീവിതത്തിൽ ഇവനെ തെരഞ്ഞെടുക്കണോ അതോ വേണ്ടെന്ന് വെക്കണോ എന്ന്. വീട്ടുകാരെല്ലാവരും കൂടി ആലോചിച്ചൊരു തീരുമാനം പറ. നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ കല്യാണം നടക്കത്തില്ല എന്ന്. എന്തായാലും നാളെ നിങ്ങൾ ഇതിനുള്ളൊരു ഉത്തരം പറഞ്ഞാൽ മതി. ഞങ്ങളെന്ന് ഇറങ്ങട്ടെ? ശരി. അമ്മുവെ, ഈ കല്യാണം നടത്തണോ? വേണച്ചാ. നീ ആലോചിച്ചെടുത്ത തീരുമാനല്ലേ. ഇനി നീയാണ് ജീവിക്കാൻ പോകുന്നത്. ഇനി അപ്പോ അച്ഛനാണ് സമ്മതിച്ചത്, അമ്മയാണ് സമ്മതിച്ചത് എന്നൊരു സംസാരം വരാൻ പാടില്ല. ആ പോയ മനുഷ്യൻ എന്നെ പൊന്നുപോലെ നോക്കുന്നു എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സംസാരം ഞാൻ സംസാരിക്കില്ല. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. കല്യാണത്തിനുള്ള തീയതി കുറിക്കാം. മാൻമിഴിയമ്പുകൾ എൻ മാർതുലൈത്തതെന്ന മാൻമിഴിയമ്പുകൾ എൻ മാർതുലൈത്തതെന്ന പാണ്ടിനാടனை കണ്ട என்னுடல் பசலை கொள்வதென்ன நிலவிலை பார்த்த வண்ணம் கனவிலை தோன்றும் நிலவிலை
போகவில்லை. யாயும் யாயும் யாராகியரோ நெஞ்சு நேர்ந்ததென்ன, யாயும் யாயும் யாராகியரோ நெஞ்சு நேர்ந்ததென்ன, யாரும் நீயும் எவ்வழி அறிதும் உறவு சேர்ந்ததென்ன, ஒரே ஒரு தீண்டல் செய்த உயிர் கொடி பூத்ததென்ன, ஒரே ஒரு தீண்டல் செய்த உயிர் கொடி பூத்ததென்ன, செம்புலம் சேர்ந்த நீர் துளிப்போ அம்முடைய நெஞ்சம் കലന്തതെന്ന്. കുട്ടിയോടെ കാത്തിരുന്ന് മുഷിയണ്ട, അവിടെ പോയി കിടന്നിക്ക്. അവനെല്ലാരും പറഞ്ഞയച്ചിട്ടേ വരുള്ളൂ. സാരില്ല ചേച്ചി, ഏട്ടൻ വന്നിട്ട് എന്തായാലും കിടക്കാം. എന്നാ മോളുടെ ഇഷ്ടം. ഞാനെന്നാ അടുക്കളയ്ക്ക് പോട്ടെ, കുറച്ച് പണിയുണ്ട്. ആ ചേച്ചി, ഞാൻ വല്ല സഹായം? വേണ്ട, രാവിലെ മുതൽ മോളും അവനും കുറേ നേരമില്ലേ നിൽക്കുന്നു. അവിടെ പോയി ഇരുന്നേക്ക്. ആ ചേച്ചി, നാളെ രാവിലെ നൈസിലായിട്ട് നമുക്ക് തുടങ്ങാം. ആ എടാ, പന്തലിന്റെ പൈസ ഞാനവിടെ വെച്ചിട്ടുണ്ട്, നീ അത് കൊടുക്കൂലേ? ആടെ കൊടുക്കാം. പിന്നെ വന്നവർക്കൊക്കെ മദ്യം കൊടുത്തോ? കൊടുത്തിട്ടുണ്ട്, ഇനിയും വേണ്ടി വരുന്നതാ തോന്നുന്നേ. എല്ലാവരും ഇത് കുടിക്കാൻ വേണ്ടി കെട്ടിയും പെറുക്കി വന്നേക്കുവാ. എടാ പതേ പറയടാ, അവര് കേൾക്കും. കേൾക്കട്ടെടാ, നിന്റെ ആവശ്യങ്ങൾക്കൊന്നും ഇവരാരും വന്നിട്ടില്ലല്ലോ. അല്ലെങ്കിലും ഇവന്മാര് എന്തെങ്കിലും കണ്ടോണ്ട് എങ്ങോട്ട് വരുള്ളൂ, തേണ്ടികള്. ശോ, ഇവൻ നീ ആ പാചകക്കാർക്ക് പൈസ കൊടുത്തേക്ക്, ഞാൻ ആ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ആടാ, നീ പോയി കിടക്കാൻ നോക്ക്, കുറെ നേരയില്ലേ. നിന്റെ പെണ്ണ് കാത്തിരുന്ന് മുഷീനുണ്ടാവും. അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. ഞാനെന്ന് പോട്ടെ, ബാക്കി കാര്യങ്ങള് നിങ്ങൾ ചെയ്യില്ലേ? ചെയ്യാം, നീ ചെല്ല്. ആ എന്നാ ശരി, നാളെ രാവിലെ കാണാം. ആ ശരി. താൻ കാത്തിരുന്ന് മുഷിഞ്ഞു അമ്മോ? ഇല്ല, നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കാത്തൊക്കെ ഇരിക്കുന്നത് ഒരാൾക്ക് വേണ്ടി. അപ്പൊ പിന്നെ അതിനിത്തിരി സൗന്ദര്യം കൂടും. ആഹാ, എന്നാ പിന്നെ കിടന്നാലോ? ആ കിടക്കാം. എന്താ പേടിയുണ്ടോ? ചെറുതായിട്ട്. അപ്പോ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മൾ അറിയാത്ത ഒരാളുടെ കൂടെ കിടക്കുന്നത്, അതും ഒരു പുരുഷനും മാത്രമല്ല ഒരു സ്ത്രീയും. അപ്പൊ അതിൻ്റെ ഒരു അകൽച്ച ഉണ്ടാവും. പതിയെ നമുക്കെല്ലാം ശരിയാക്കിയെടുക്കാന്ന്. അയ്യോ, അതുകൊണ്ടല്ല, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ. കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ആദ്യ രാത്രി നടത്തണമെന്ന് ആരാ തന്നോട് പറഞ്ഞത്? അമ്മ. അമ്മമാരും അച്ഛന്മാരും പലതും പറഞ്ഞു തരും കല്യാണത്തിന് മുന്നേ. അതൊന്നും കേട്ട് വിശ്വസിക്കരുത്. അതൊന്നും അല്ല ജീവിതം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് അത് ജീവിതാവുന്നത്. ഇപ്പോ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. അല്ല, ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്. താൻ എന്ത് കണ്ടിട്ടാ എന്നെ കെട്ടിയത്? പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എനിക്ക് തോന്നി എന്റെ ജീവിതാവസാനം വരെ നിങ്ങൾ എന്നെ പൊന്നുപോലെ നോക്കുന്നു. പൊന്നുപോലെ നോക്കിയില്ലെങ്കിലും ഞാൻ എൻ്റെ ജീവന്റെ പോലെ നോക്കിക്കൊള്ളാം. സമയം ഒത്തിരി ആയില്ലേ, ഇനി നമുക്ക് കിടന്നാലോ? ആ കിടക്കാം. വലിയച്ചി മാറ്, ഞാൻ എറിഞ്ഞോളാം. അയ്യോ, ഞാനത് ഇന്നലെ വെറുതെ പറഞ്ഞതാ. പുതുപ്പെണ്ണ് വെറുതെ ഇരുന്നാ മതി. കല്യാണം കഴിഞ്ഞിട്ട് അത്ര ദിവസം ഒന്നും ആയില്ലല്ലോ, ഒരു ദിവസം എല്ലാം ആയിട്ടുള്ളൂ. അതൊന്ന് തീരട്ടെ, ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പണിക്കിറങ്ങിയാ മതി. അത് സാരില്ല ചേച്ചി, കഷ്ണങ്ങൾ നന്നാക്കാനല്ലേ, അതിന് ഇത്ര പേരത്ത് വലിയ പണിയൊന്നും ഇല്ലല്ലോ. മീമ അടുക്കളയിൽ കയറണ്ട, മീമ ഞങ്ങളുടെ കൂടെ കളിച്ചോളൂ. അതെ മീമ, വാ നമുക്ക് കളിക്കാം. സമയം പോയത് ഇനി അറിയില്ല, അവരുടെ കൂടെ ഇരുന്ന് കളിച്ചോ. അപ്പത്തിന് ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കറി ഉണ്ടാക്കി കൊണ്ടുവരാം. അയ്യോ ചേച്ചി, പോന്ന്. നമ്മളിപ്പോ കുറെ നേരമായില്ലേ കളിക്കുന്നു, ഇനി നമുക്ക് പോയി പാപ്പൻ എണീപ്പിച്ചാലോ? ആ, പാപ്പൻ കുറെ നേരമായില്ലേ കിടക്കുന്നു, വാ നമുക്ക് എണീപ്പിക്കാം. പാപ്പ എനിക്ക് പാപ്പ, ഒരുപാട് നേരം കിടന്ന് ഉറങ്ങാൻ പാടില്ല. നീ പോയി നിന്റെ കൈനീശേ. മനുഷ്യൻ വല്ലപ്പോഴും ഒരു ദിവസം കിടന്ന് ഉറങ്ങുള്ളൂ, അതിനെ സമ്മതിക്കരുത് കേട്ടാ. മേമ, പാപ്പൻ എഴുന്നേൽക്കുന്നില്ല. മേമയാ? ഞാനിന്നലെ കല്യാണം കഴിച്ചിരുന്നല്ലേ. അയ്യോ സോറി അമ്മു, കുറച്ച് കൂടുതൽ നേരം കിടന്ന് ഉറങ്ങിപ്പോയല്ലേ. സാരില്ല, മനസ്സിലാവും. ഇന്നലത്തെ എല്ലാ ക്ഷീണം കൂടി ഇന്നൊരു ദിവസം കൊണ്ട് തീർക്കാന്ന് കരുതി കാണൂല്ലേ. ആ അതെ,
തണ്ടിലും കൈയും കാലൊക്കെ നല്ല വേദന. സാരില്ല, എന്നാ നിങ്ങൾ കിടന്നേക്ക്, കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് എണീപ്പിക്കാം. ഏയ് അത് വേണ്ട, ഞാൻ എണീറ്റ് ഇനി പോയി ബ്രഷൊക്കെ ചെയ്ത് ചായ കുടിക്കട്ടെ, ഇല്ലെങ്കിൽ വലിയ ചെന്നെ കൊല്ലും. അല്ല, നാളെ രണ്ടുപേരും വിരുന്നിന് പോണില്ലേ? ഇല്ലേച്ചി, ഞാൻ പോണ്ടെന്ന് വെച്ചു. അതെന്താടാ പോവാത്തെ? ഇതിപ്പോ ആരുടെ അടുത്തൊക്കെ പോവാനാണ്? 2-3 പേരല്ലേ ഉള്ളൂ. അവരുടെ അടുത്ത് പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ എങ്ങനെ സ്വന്തമായിട്ട് വീട്ടുകാരുണ്ടാവാ? നീ ഇങ്ങനെ വീട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് മാറി നടന്നോളൂ കേട്ടോ. അവസാനം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒരു പട്ടിയോളം തിരിഞ്ഞു നോക്കില്ല, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കണ പോലെയാണല്ലോ ഏട്ടന്റെ പറച്ചില്. എടാ, അവരെത്ര തെണ്ടിത്തരവും ചെറ്റത്തരവും കാട്ടിയാലും നമ്മളല്ലേ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ടത്. കാരണം എന്താ, ഒരു കാലത്ത് നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ ഇവരുടെ മക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം. നീ അത് മനസ്സിലാക്കണമെങ്കിലേ നിനക്ക് മക്കളാവണം, അപ്പോൾ മനസ്സിലാവും. ആ, എപ്പോഴെങ്കിലും പോവാ. നാളെ എനിക്ക് PSC ടെസ്റ്റ് എഴുതാൻ പോണ്ടതാ. എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. അല്ല, ഇയാളൊന്നും മിണ്ടൂലേ അമ്മു? അയ്യോ അല്ല, ഏട്ടനും ചേട്ടനും സംസാരിക്കല്ലേ, അപ്പൊ അതിന്റെ ഇടയിൽ കയറി ഞാൻ എന്ത് പറയാനാ? അല്ല, ഇന്നെന്നോടൊന്നും സംസാരിച്ചില്ല. ഇന്നലെ കല്യാണ തിരക്കാണെന്ന് പറയാ. അയ്യോ ചേട്ടാ, ഞാൻ വേണമെന്ന് വെച്ചിട്ടില്ല, ചേട്ടന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് തീരെ സമയമില്ല, ജോലിയുണ്ട്. വൈകുന്നേരം വന്നിട്ട് നമുക്ക് സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാം. ആ ചേട്ടാ. ആ, എന്താ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, നിങ്ങളിരുന്ന് കഴിക്കേ. അമ്മു, കഴിച്ചു കഴിഞ്ഞിട്ടേ റെഡി ആയിരിക്കേ, നമുക്കൊരു സ്ഥലം വരെ പോവാം. ഞാൻ ഇപ്പൊ വരാവേ. ഈ നേരത്തോ? ആ, ഈ നേരത്തെ തന്നെ. എന്താ, വല്ല പ്രശ്നമുണ്ടോ? ഏയ്, എനിക്ക് പ്രശ്നമില്ല. ആ, അപ്പൊ പോയി റെഡിയാവും, ഞാൻ വരാം. എങ്ങോട്ടാ? വരാം. ഗിരി, ഞാൻ നിന്റെ വണ്ടി എടുക്കാണേ. ആടാ, പെട്രോൾ അടിച്ചേക്ക്. ഓ, ഒന്നും അടിച്ചു വെക്കൂല, അടിക്ക. അയ്യോടാ, വെയിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ആ, എടാ, നീ കല്യാണത്തിന് വേണ്ടി എടുത്ത ലോണില്ലേ, അത് ബാങ്കിൽ അടയ്ക്കാൻ പറ്റുന്നുണ്ട് എത്രയും പെട്ടെന്ന്. എടാ, ലോൺ എടുത്തത് ഒരാഴ്ച മുന്നല്ലേ, കല്യാണം ആണെങ്കിൽ ഇന്നലെയാണ് കഴിഞ്ഞത്. ഇത് ഇത്ര പെട്ടെന്ന് അടയ്ക്കണോ? അതല്ലടാ, അവർ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതാണ്. കാരണം ലാഗ് ആവും തോറും നിന്റെ പലിശ കൂടും. ആടാ, അടയ്ക്കാം. 1 വർഷത്തെ സമയമുണ്ടല്ലോ. ആ, പിന്നെ നാളെ നീ എന്നെ കവല വരെ ഒന്ന് കൊണ്ടുവന്ന് എത്തിക്കണം. എന്തിനു? നാളെ തിരുവനന്തപുരത്തൊരു PSC എക്സാം ഉണ്ട്. എൻ്റെ മോനെ, ഇതിപ്പോ എത്രാമത്തെ തവണ ഞാൻ നിന്നെ ഓരോ എക്സാമിന് കൊണ്ടുവന്നാക്കുന്നത്. നിനക്കിത് നിർത്തിക്കൂടെ? എന്തായാലും കിട്ടാൻ പോണില്ല. വേറെ വല്ല ജോലിക്ക് പോവോ, അല്ലെങ്കിൽ വല്ല ഗൾഫിക്ക് ഇറങ്ങ്. ഗവൺമെന്റ് ജോലി കിട്ടിയ ഓരോരുത്തരും നമുക്ക് മോട്ടിവേഷനാണ്. എന്താണെന്നറിയോ, അവരൊരു പരീക്ഷ പോലും മിസ് ചെയ്യാണ്ട് നിരന്തരം പഠിച്ചെഴുതി ആ ജോലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അതവരുടെ കഴിവാണ്. അല്ലാതെ നമ്മളത് മൈൻഡാക്കാതെ വിട്ട് കളയുന്നത് നമ്മുടെ കഴിവ് കേടാണ്. മാത്രല്ല, ചാവാ നേരത്തെ റിട്ടയർമെന്റ് പൈസ കിട്ടിയെങ്കിലും ജീവിക്കാൻ പറ്റും. ആ, നീ എഴുതിക്കോ, ഞാൻ തർക്കിക്കാനൊന്നുമില്ല. അല്ല, നീ ഇതിപ്പോ എങ്ങോട്ടാ വണ്ടിയും കൊണ്ട്? അല്ല, അവളെ കൊണ്ടൊന്ന് പുറത്താന്ന് കരുതി. ഓ, ചെല്ലി, ഞാനിനി തടസ്സാവുന്നില്ല. ശരി. അമ്മു, റെഡിയായോ? ആ, റെഡിയായി ഏട്ടാ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സാരിയില്. താങ്ക് യു. അല്ലടാ, നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ? ഏയ്, ചുമ്മാ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാനായിട്ട്. ചെല്ല്. നിനക്കിത് ഏതാ സ്ഥലം എന്നറിയോ? അറിയാതിരിക്കോ? ഞാൻ പഠിച്ച കോളേജ് അല്ലേ. അത് മാത്രമേ അറിയൂ? അല്ല, ഈ സഖാവിനെ അറിയാം. എന്നിട്ടെന്തേ പെണ്ണ് കാണാൻ വന്നപ്പോ കണ്ടൊരു ഭാവം പോലും നടിച്ചില്ല? കാരണം ഞാൻ കരുതി ഈ സഖാവിനെ മറന്നു കാണുമെന്ന്. അത്ര പെട്ടെന്ന് ഈ സഖിയെ ഈ സഖാവ് മറക്കുന്നു തോന്നിയോ?
ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. സഹൃദരായ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. നമ്മളടക്കമുള്ള കുറച്ച് വിദ്യാർത്ഥികളെ താഴ്ന്ന ജാതി എന്ന പേരും പറഞ്ഞു ഒരുപാട് പേർ അടിച്ചമർത്തുകയും പട്ടിണിക്കിടുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇതിനെ ചൊല്ലി എതിർക്കാൻ നിന്ന സഹാക്കളെ കയ്യും കാലും തല്ലിയോടിച്ച് ശാരീരികമായി അവർ ഉപദ്രവിക്കുകയും വീട്ടിൽ കയറി ആക്രമിക്കുകയും ചെയ്യുന്ന കുറെ ഉയർന്ന ജാതികൾ. ഇതിനെ എതിർത്ത് സംസാരിക്കാൻ നമ്മൾക്കാർക്കും കഴിയുന്നില്ല. എല്ലാവരും ഒത്തുചേർന്നാൽ ഒരുപക്ഷെ നമ്മളിവിടെ ജയിക്കും. നമ്മൾക്കും പഠിക്കണം, നമ്മൾക്കും വലിയ ആളാകണം. അതിന് നമ്മളെല്ലാവരും ഒരുപോലെ കൈകോർത്ത് നിൽക്കണം. നാം എല്ലാം ഒരേ ഒരു മനുഷ്യനാണ്, നമ്മളുടെ രക്തത്തിനെല്ലാം ഒരേ നിറമാണെന്ന് അവരെ കാട്ടിക്കൊടുക്കണം. അതിന് ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ എൻ്റെ സഹാക്കളെ, ഇന്നെല്ലാവരും പാഠപുസ്തകങ്ങൾ മടക്കി വെച്ച് ഈ സമരത്തിൽ പങ്കാളികളാകൂ. നമ്മളെല്ലാം ഒരേ മനുഷ്യനാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ താഴ്ന്നവനോ ഉയർന്നവനോ അല്ല, നമ്മളെല്ലാം മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വരൂ, ഞങ്ങളുടെ കൂടെ ഈ സമരത്തിൽ പങ്കുചേരൂ. നീ ആ സഖാവിനിങ്ങനെ നോക്കി നിൽക്കാനാണോ പോകുന്നത്? പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഇടി പോയി ഇഷ്ടമാണെന്ന് പറ. നിന്റെ മനസ്സിനുള്ളത് അദ്ദേഹത്തിനോട് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞ അദ്ദേഹനെ സ്വീകരിക്കുന്ന എന്തേ സ്വീകരിച്ചൂടെ? ഇടി ഞാൻ 10ാം ക്ലാസ്സിലല്ലേ, അദ്ദേഹം എന്താ ഡിഗ്രി അല്ലേ പഠിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ 7 വയസ്സിന് വ്യത്യാസമുണ്ട്. അതും പറഞ്ഞ് നിന്റെ മനസ്സിലുള്ളതൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ പോവാ? അതങ്ങോട്ട് പറഞ്ഞു തീർന്ന പിന്നെ ഈ മനസ്സിലിട്ട് നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എങ്കിലും എങ്ങനെ പ്രതികരിക്കാന്നറിയാതെ. അദ്ദേഹം നിന്നെ തല്ലിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ പാവപ്പെട്ടവർക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളല്ലേ. അപ്പോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി തന്ന് ആള് പോയിക്കോളും. സമയാവട്ടെ, അപ്പോ പറയാം. സമയവും കാലവും സന്ദർഭമൊക്കെ നോക്കിയിരുന്ന നീ ഇങ്ങനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ. വേറെ വല്ല പെൺകുട്ടികൾ വന്ന് കൊത്തിക്കൊണ്ട് പോയിക്കോളൂ. സഖാവില്ലേ? ഏത് സഖാവ്? കാർത്തിക് സഖാവ്. അവിടെ നിൽക്കൂ, ഞാൻ വിളിക്കാം. കാർത്തി, ദാ നിന്നെ കാണാൻ ഒരു കുട്ടി വന്നിരിക്കുന്നു. കുട്ടിയോ? ഞാൻ ദാ വരുന്നു. ആരാ? എന്ത് വേണം മോളെ? എനിക്ക് സഖാവിനോട് കുറച്ചൊന്ന് സംസാരിക്കണം. വരൂ അകത്തേക്ക്. അകത്ത് വേണ്ട, പുറത്തു നിന്ന്. എന്നാ പുറത്തേക്ക് വരൂ. ഇനി പറഞ്ഞോളൂ. അത് സഖാവേ, എനിക്കറിയാം ഞാൻ കുഞ്ഞു കുട്ടിയാ. എനിക്ക് 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഈ സഖാവിനെ ഒത്തിരി ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് സഖാവിനെ വേണമെന്നുണ്ട്. എന്നോട് ഇതേപോലെ ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ ഒരു കുട്ടിക്കളി പോലെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഈ സഖിയോട് ഈ സഖാവ് പറയുന്നു. നീ വളർന്ന് വലുതായി നിനക്കൊരു 20-25 പ്രായമാകുമ്പോൾ അപ്പോഴും ഈ എന്നോട്, അതായത് ഈ സഖാവിനോട് ഈ സഖിക്ക് പ്രണയമുണ്ടെങ്കിൽ അന്ന് ഈ സഖാവിനൊരു കത്തെഴുതണം. ആ കത്ത് വായിച്ച് ഈ സഖാവ് വരും. അന്ന് ഈ സഖാവിൻ്റെ മാത്രം പെണ്ണായി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാന്ന്. ആ കത്തില് ഞാൻ എന്തെഴുതണ്ടേ? പ്രിയപ്പെട്ട സഖാവിന് സഖി എഴുതുന്നുണ്ട്. നിങ്ങളെയും കാത്ത് നിങ്ങളുടെ സഖി ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്. വേഗം വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയിക്കോളൂ. മതി. അങ്ങനെ ഞാൻ കത്തെഴുതിയ വരുമോ? ഈ സഖാവിന് ഒരൊറ്റ വാക്കുള്ളൂ, വരും. വന്നിരിക്കും, വരെയും ചെയ്യും, വന്ന് കെട്ടുകയും ചെയ്യും, എൻ്റെ 3 മക്കളുടെ തള്ളയാക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിപ്പുറം ഒരു 4-5 വർഷം കഴിഞ്ഞ് കാണണം. അതിനുശേഷം
അന്ന് ഞാൻ പറഞ്ഞു വിട്ട ആരുടെയും കത്തുകൾ എന്നെ തേടി വന്നിരുന്നില്ല. പക്ഷേ ഒരു ദിവസം ഒരു കത്ത് വന്നിരുന്നു. സഖാവിൻ്റെ സഖി കാത്തിരിക്കുന്നുണ്ട്, വരുന്നില്ലേ കൊണ്ടുപോകാൻ എന്നും പറഞ്ഞ്. പിന്നെ ഒന്നും നോക്കിയില്ല, അറിഞ്ഞും പിടിച്ചും സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് ഓടി വന്നു. പക്ഷേ അന്ന് കണ്ട തീതളപ്പുള്ള സഖാവല്ല ഞാൻ, വെറും പച്ചയായ സാധാരണക്കാരൻ. അതുകൊണ്ടാണ് അങ്ങോട്ട് വരാൻ ഒരു മടി തോന്നിയതും അമ്മാനെ വിട്ടതും കാര്യങ്ങൾ അവതരിപ്പിച്ചതും. അപ്പോഴും നീ എന്നെ വേണ്ടാന്ന് വെക്കുന്നതന്നെ ഞാൻ കരുതിയത്. കാരണം അന്നത്തെ സഖാവല്ലല്ലോ. അതിലും നീ എന്നെ തോൽപ്പിച്ചു. വീണ്ടും വീണ്ടും നീ എൻ്റെ മുന്നിൽ ജയിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, യു ആർ ദ വൺ. ഈ സഖാവിൻ്റെ മാത്രം സഖി. ഈ സഖാവിൻ്റേത് മാത്രമാവാൻ വേണ്ടിയാണ് ഈ സഖി ജനിച്ചത് പോലും. അതുകൊണ്ടാ കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഈ സഖാവിനെ സ്വന്തമാക്കാൻ ഈ സഖി കാത്തിരുന്നത്. വാഗപ്പൂക്കളെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, നീ എന്നും എപ്പോഴും എൻ്റേത് മാത്രമാണ്. അതെ, ഞാൻ നിൻ്റേതും. மங்கை மான்மிழி அம்புகள் என் மார்துளைத்ததென்ன மங்கை மான்மிழி அம்புகள் என் மார்துளைத்ததென்ன பாண்டி நாடனை கண்ட என் உடல் பசலை கொள்வதென்ன